ഇത് വെറും ഒരു OP പ്രൊസീജിയർ ആണ്. ഇറ്റ് ഇസ് എ വാക്ക് ഇൻ പ്രൊസീജിയർ. കംപ്ലീറ്റ്ലി സേഫ് ആണ്. കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു പെയിനും ഉണ്ടാക്കില്ല, ഒരു പ്രിപ്പറേഷനും വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റും വേണ്ട. അപ്പൊ മാഡം, നമ്മൾ റീസെന്റ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. എന്താണ് കോസ്മെറ്റിക് ഗൈനക്കോളജി? ശരിക്കും പറഞ്ഞാൽ അത് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ളത് അത്ര ശരിയായിട്ടുള്ള ഒരു വേർഡ് അല്ല. അതിന്റെ ശരിക്കുള്ള റീപ്ലേസ്മെന്റ് വേർഡ് എസ്തെറ്റിക് ഗൈനക്കോളജി എന്നാണ്. എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ, കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ ഓൺലി അപ്പിയറൻസ്. എസ്തെറ്റിക് പറഞ്ഞാൽ നോട്ട് ഓൺലി അപ്പിയറൻസ്, പക്ഷെ അതിന്റെ ഫംഗ്ഷനും കൂടി ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഈ എൻറ്റയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എസ്തെറ്റിക് ഗൈനക്കോളജി എന്ന് പറയാം. അപ്പം ഇത് എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ ഈ എസ്തെറ്റിക് ഗൈനക്കോളജി ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്? ഇത് പല ടൈപ്പ്, സ്ത്രീകളിൽ വരുന്ന പല ടൈപ്പ് അസുഖങ്ങൾക്കും ഇതിന് പരിഹാരം കാണാം നമുക്കിതിലെ. ഒന്ന്, യൂറിനറി ഇഷ്യൂസ്. അറിയാതെ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, കുനിയുമ്പോൾ, നിസ്കരിക്കുമ്പോഴൊക്കെ യൂറിൻ പോക്കുക. അതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. ചെറുത് 2-3 തുള്ളിയൊക്കെ ആയിട്ടേ പോകുള്ളൂ. പിന്നെ ചിലർക്ക് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ വാഷ്റൂം യൂറിൻ പാസ് ചെയ്യാൻ തോന്നും, വാഷ്റൂമിൽ എത്തുമ്പോഴത്തേക്കും യൂറിൻ പോയി പോവാം. അതിനാണ് നമ്മൾ ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയാം. അതുകൂടാതെ അടുപ്പിച്ചടുപ്പിച്ച് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, പാസ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി യൂറിൻ പോകുന്നില്ല എന്ന് തോന്നുക. അപ്പം അങ്ങനത്തെ നമ്മുടെ യൂറിനറി പല സിംറ്റംസിനും ഇത് യൂസ്ഫുൾ ആവും. ഇത് കോമൺലി വരുന്നത് നമുക്ക് മെനപ്പോസ് ആയ സ്ത്രീകൾക്കാണ്. ഹോർമോൺസ് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ, മസിൽ വീക്ക്നെസ് വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ആ സ്ത്രീകൾക്ക് തന്നെ പലപ്പോഴും എന്തുണ്ടാവുന്നു, നമുക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ ഭയങ്കര പെയിൻഫുൾ ആവുന്നു, ബിക്കോസ് ലൂബ്രിക്കേഷൻ കുറയുന്ന കാരണം. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി അല്ലെങ്കിൽ എസ്തെറ്റിക് ഗൈനക്കോളജി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റീസെന്റ് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, അവർക്ക് ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഭയങ്കര പെയിൻ ആണ്. അതെ, അത് ഈ 2 ഏജ് ഗ്രൂപ്പ്സിനും നമുക്ക് യൂസ് ചെയ്യാം ഇതേ ട്രീറ്റ്മെന്റ്, സെയിം ട്രീറ്റ്മെന്റ് തന്നെ. അപ്പോൾ അത് വെജൈനസ്മസ് എന്നാണ് നമ്മൾ പറയുക ഈ റീസെന്റ് മാരീഡ് കുട്ടികൾക്ക്. അപ്പോൾ അതിനും ഈ ട്രീറ്റ്മെന്റ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ചിലർക്ക് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരും, അടുപ്പിച്ചിട്ട് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻ, വാർച്ചയുടെ അസുഖം, ചൊറിച്ചില്, മൂത്രക്കടച്ചില്, ഇങ്ങനെ വെള്ളപ്പോക്ക്. യെസ്, അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എത്ര ആന്റിബയോട്ടിക്സ് കൊടുത്ത് ശരിയാക്കിയാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ലേസർ തെറാപ്പിയാണ്. ഓക്കെ, ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈറ്റ്, ബേസിക്കലി എ ലൈറ്റ് സോഴ്സ് ആണ്. ലേസർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു ടെൻഷനാണ്, ആ ഒരു ടെൻഷനാണ് പൊതുവെ എല്ലാവരും. അതെ, അത് അങ്ങനത്തെ പൊള്ളലൊന്നും അല്ല ഇത്. അവിടെ ബേൺസോ അങ്ങനത്തതൊന്നും ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ ഈ പ്രോബ് നമ്മൾ വെജൈനയിലേക്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ പ്രോബ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ലേസർ മെഷീന്. ഈ മെഷീനിൽ നമ്മൾ, ഇതാണ് നമ്മുടെ പ്രോബ്. ആ ലൈറ്റ് കണ്ടില്ലേ? ഒന്ന് തൊട്ട് നോക്കൂ, അതിന് ചൂടുണ്ടോന്ന്? തീരെയില്ല. ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ സ്ലീവ് ഇടും. ഇനി തൊട്ട് നോക്കൂ, ഇത് ചൂടുണ്ടോ? അതെ. അപ്പൊ മനസ്സിലായില്ലേ ഇത് പൊള്ളില്ല എന്നുള്ളത്? അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാജുവലി നമ്മൾ വെജൈനയുടെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് തീരെ പെയിൻ ഒന്നും ഉണ്ടാവില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ അത് വെജൈനയുടെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞ് മെല്ലെ മെല്ലെ നമ്മൾ ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചടിച്ച് നമ്മളത് വിഡ്രോ ചെയ്യും. അങ്ങനെ ഒരു ലെവലിൽ വരെ നമ്മളിത് ചെയ്യും. അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലാസ്റ്റ് ഓൺലി ഒരു 10 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. ടോട്ടൽ പ്രൊസീജിയർ 10 മിനിറ്റ്സ് ആണല്ലോ. പക്ഷെ ഒരു സെഷൻ ചിലപ്പോൾ മതിയായേക്കില്ല. സിംറ്റംസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 2-3 സെഷൻസ് വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു 3 to 4 വീക്സിന്റെ ഗ്യാപ്പിൽ 2-3, അത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ സിംറ്റംസ്, എത്രത്തോളം സിംറ്റംസ് ഉണ്ടെന്ന്. അപ്പോൾ ചിലർക്ക് നമ്മൾ യൂറിനറി പ്രോബ്ലംസിന് മാത്രമാവും ചെയ്യാം, ചിലർക്ക് നമ്മളത് ചെയ്യാം യൂട്രസ് ചെറുതായിട്ട് ഇറങ്ങി വന്ന ആൾക്കാർക്ക് ചെയ്യും. ചെറിയ തോതിലാണ്, നല്ലോണം അല്ല, ചെറിയ തോതിൽ യൂട്രസ് ഇറങ്ങി വരിക അല്ലെങ്കിൽ മൂത്രസഞ്ചി ഇറങ്ങി വരിക, അവർക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ സെഷൻസ് വേണ്ടി വന്നേക്കും. എന്താ വെച്ചാൽ ആ മസിൽസിനെ ഒന്ന് നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പൊ സംഭവം ഇതാണ്, ഇത് വെറും ഒരു OP പ്രൊസീജിയർ ആണ്. ഇറ്റ് ഇസ് എ വാക്ക് ഇൻ പ്രൊസീജിയർ. കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു പെയിനും ഉണ്ടാക്കില്ല, ഒരു പ്രിപ്പറേഷനും വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റും വേണ്ട. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ വന്ന് പ്രൊസീജിയർ ചെയ്ത് വേണമെങ്കിൽ ഒരു 1/2 hour 1 hour ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് തിരിച്ചു പോവാം ചെയ്ത് അവർക്ക് തിരിച്ച് ജോലിയിലേക്ക് തന്നെ എക്സാക്ട്ലി അത്രയേ ഉള്ളൂ ഈ പ്രൊസീജിയർ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇപ്പൊ ഇത്ര നേരമില്ലേ നമ്മൾ ഓൺ ചെയ്ത് വെച്ചേക്കുന്നു, വീണ്ടും തൊട്ട് നോക്കൂ, ഒരു ചൂടുമില്ല. ചിലർക്ക് പക്ഷെ ഇത് ഇടുമ്പോൾ ചെറിയൊരു ഡിപ്പെൻഡിങ് ആണ് ഓരോരുത്തരുടെ സെൻസിറ്റിവിറ്റി. ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടുകയാണ്. ഇത് വെജൈന ആകുമ്പോൾ കുറച്ചും കൂടി വാസ്കുലർ ഏരിയ ആണ്, കുറച്ചും കൂടി ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയ ആണ്. അപ്പൊ ചിലർക്ക് ഇതിൽ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ചിലർ പറയും. പക്ഷെ അത് ടെമ്പററി ആണ്. നമ്മളിത് എടുക്കുന്നതോട് കൂടിയിട്ട് ആ ബേണിംഗ് സെൻസേഷൻ മാറിക്കിട്ടും. വേറെ ഇത് കഴിഞ്ഞാലും വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല? ഇല്ല. നമ്മൾ ഏത് പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി പറയലേ റെസ്റ്റ് എടുക്കണം, ഇന്റർകോഴ്സ് പാടില്ല, അത് കഴിഞ്ഞിട്ട് വെയിറ്റ് എടുക്കാൻ പാടില്ല, അങ്ങനത്തെ
അങ്ങനത്തെ യാതൊന്നും ഈ പ്രൊസീജിയറിൽ ഇല്ല. ഓക്കെ. പറഞ്ഞില്ലേ, നമ്മൾ നോർമലി വന്ന് ചെയ്തു പോകുന്നു, അത്രയേ ഉള്ളൂ.